ഹായ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുഴുങ്ങലരി കുതിർത്ത് അരച്ച് തേങ്ങയും കൂട്ടി അരച്ച് ഉള്ള പത്തലാണ്. അത് ഇതുപോലെ ചെറിയതായി വെട്ടി ചെറുതായിട്ട് ഇങ്ങനെ പരത്തി ആവിക്ക് വെച്ചിട്ട് എടുക്കും. ഈ പത്തൽ ഞാൻ കുറച്ചിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പരത്തിയിട്ട് ആവിക്ക് വെച്ച പത്തലാണിത്. ഇലയുടെ പരത്തി ആവിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ പത്തൽ കുറച്ച് മസാലകളെല്ലാം: തക്കാളി, ഉള്ളി ചെറുങ്ങനെ നട്ടിട്ടുള്ളത് ഉള്ളിയാണ്. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂട്ടി ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഞാനിത് വഴറ്റിയിട്ട് എടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക്, ബ്രൗൺ നിറമൊന്നുമല്ല, ഇതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിൽ തക്കാളി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര അധികമൊന്നും വേണ്ട. ഞാൻ കുറച്ചധികം എടുത്തതാണ്. പിന്നെ നമ്മൾ കുറച്ച് മെമ്പർ ജാസ്തി ഉണ്ട്, അതുകൊണ്ട് കുറച്ചധികം എടുത്തതാണ്. ഇത് നല്ല ശരിക്ക് വഴഞ്ഞ് നല്ലോണം തക്കാളി നല്ലോണം വെന്തടിയണം. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേർത്തിട്ട് ഇത് സിമ്മായിട്ടാണ്. ഏകദേശം മസാലയെല്ലാം ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം വഴഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൊടിയെടുക്കും. മല്ലിപ്പൊടി ഇട്ട് സ്പൂണ്, ചിക്കൻ മസാല ഒരു സ്പൂൺ, ചിക്കൻ മസാല പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് വെള്ളം. നന്നായിട്ടൊന്ന് വരട്ടുക. സിമ്മിലാണെന്നല്ല, പാസ്സാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. പിന്നെ എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല, ചുമച്ചിട്ട് എല്ലാവരും ഓടും. അതുകൊണ്ട് സിമ്മിലാക്കി കുറച്ച് വെള്ളം എടുക്കും. ഉള്ളിലാക്കിയിട്ടുണ്ട്. വെള്ളത്തിൽ നല്ലോണം വറ്റി കുറച്ച് തേങ്ങ ചിരകിട്ട് വെള്ളത്തിൽ പിന്നെ ഒരു 5 മിനിറ്റ് ഇതിൽ കുറച്ച് തേങ്ങ ചേർത്തിട്ട് നല്ലോണം ഇളക്കുക.
ഉണ്ട് കരുവേപ്പില പൊടി മുട്ടക്കറി മാറ്റി തന്നെയാണ് മുട്ടക്കറി അധികം വെള്ളമാകാൻ പാടില്ല കാരണം പത്തലിന് പിടിക്കില്ല ചെറിയ പത്തലുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി നിന്ന് അതിൻ്റെ കൂടെ പെരക്കി നിന്ന് എങ്ങനെയാണ് തിന്നാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ഇത് ഓക്കെ റെഡിയായി ഞാൻ ഗ്യാസ് ഓഫ് ആക്കാണ് കുറച്ച് പത്തൽ ഈ മസാല ഇതിപ്പോൾ സർവിങ് ഡിഷായിട്ട് പ്ലേറ്റായിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ നോക്കണം മസാലയിൽ ഉപ്പും എല്ലാം മതിയോ നോക്കി അതിനനുസരിച്ച് വേണ്ടെന്നനുസരിച്ച് ഉപ്പെല്ലാം ഇട്ട് ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ടാക്കി റെഡിയായി. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് കഴിക്കാൻ നല്ല രസമില്ല. ഇതാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൊന്ന് അമർത്തിക്കളയുക. അടുത്തൊരു വിഭവമായി ഞാൻ എത്തുന്നതാണ്. അതുവരെ നിങ്ങളെല്ലാവരും സ്റ്റേ സേഫ് അറ്റ് ഹോം.